ബ്രോ ക്യാമ്പിൽ ജോയിൻ ചെയ്താൽ 100% പ്ലേസ്മെൻറ്റ് ഉറപ്പാണോ? ഗെയിം ഡെവലപ്പേഴ്സിന് ബ്രോ ക്യാമ്പ് ഒരു പറ്റിയ സ്ഥലമാണോ? ഓഫ്ലൈനിൽ പഠിക്കുന്നതാണോ ഓൺലൈനിൽ പഠിക്കുന്നതാണോ ഏറ്റവും ബെറ്റർ? ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രോ ക്യാമ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 100% പ്ലേസ്മെൻറ്റ് ഉറപ്പാണോ? അല്ല. ബ്രോ ക്യാമ്പ് ഒരു വീഡിയോയിലും അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയില്ല നിങ്ങൾക്ക് 100% നമ്മൾ പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടീഡാണെന്ന്. 3-4 മാസം മരടിലുള്ള എറണാകുളം മരടിലുള്ള അവരുടെ ഹബ്ബിലാണ് പോയിരുന്ന് പഠിച്ചത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിമോട്ടിലോട്ട് മാറുന്നത്. സോ അതിൻ്റെ ഗുണവും ദോഷവും ഞാൻ പറയാം. ഓഫ്ലൈൻ അവിടെ പോയി നിന്ന് പഠിച്ചപ്പോൾ നല്ലൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം, ലാപ്ടോപ്പ് വയ്ക്കാൻ സ്ഥലം, നല്ല നെറ്റ് കണക്ഷൻ, കറണ്ട് കാണും, പിന്നെ ഇങ്ങനെ കറങ്ങുന്ന ഒരു കസേര, ഇതെല്ലാം ആയിട്ടാണ് ഒരു സെറ്റപ്പ് ഉള്ളത്. താഴെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ചുറ്റിനും നമ്മളെപ്പോലെ പഠിക്കാൻ വന്നിരിക്കുന്ന കുറേ പിള്ളേരുണ്ട്, ഇവരോടൊക്കെ സംസാരിക്കാം. അവിടെ പഠിപ്പിക്കാൻ ആരും ഇല്ല, അറിയാമല്ലോ. പ്രത്യേകിച്ച് നമ്മളെ പുറമെ നടന്ന് പഠിയെന്നൊന്നും ആരും പറയത്തില്ല. നമുക്ക് വേണം ഗെയിം കളിക്കാം, നമുക്ക് വേണം സിനിമ കാണാം, ജോലി ചെയ്യാം, പഠിക്കാം. ഒരു ഒരു IT ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ തോന്നും. നമുക്ക് രാവിലെ വന്ന് പഞ്ച് ചെയ്യണം, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, നമ്മളെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം അതിന് വേണ്ടി കുറേ ടൈം അലോട്ടൊക്കെ ഉണ്ട്. 1 hour പ്രത്യേകം ഒരു സമയമുണ്ട്. നമ്മളെ അത് പഠിപ്പിച്ച് തരാൻ ആൾക്കാരുണ്ട്. നമ്മളെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആൾക്കാരൊക്കെ, ട്രെയിനേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു നല്ല സംഭവമാണ്. മാത്രമല്ല, നിങ്ങൾ ഇച്ചിരി ഉഴപ്പാണെങ്കിൽ പോലും നിങ്ങൾ ഹബ്ബിൽ പോയിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കും. കാര്യം ബാക്കി എല്ലാവരും പഠിക്കുന്നുണ്ട്, നമുക്കും പഠിക്കാൻ തോന്നുമല്ലോ. ഈ ജിമ്മിൽ പോകുന്ന പോലെ ബാക്കിയുള്ളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ തോന്നത്തില്ല, വീട്ടിലിരിക്കാൻ മടിയായിരിക്കും. ആ സെയിം പരിപാടിയാണ് ഈ ഹബ്ബിൽ പോയിരിക്കുമ്പോൾ ഉള്ളത്. ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ